ഇനി വിഷയത്തിലേക്ക് വരാം. കുറേ നാളുകളായിട്ട് കുറേ പട്ടികൾ നമ്മളെയാണല്ലോ മച്ചമ്പി. എടാ പട്ടികളെ, ആ പട്ടികളോടാണ് പറയുന്നത്. എന്താടാ? ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. പോയാലോ? നീയും നിന്റെ തന്തമാരെല്ലാരും കൂടെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് എനിക്ക് കാശ് പിന്നെ എൻ്റെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റിന് എടുത്ത് കൊടുക്കണോ? എന്തടിസ്ഥാന കാശ് വാങ്ങിച്ചെന്ന്? ഞാൻ നോർമലി ഇതിനൊന്നും പ്രതികരിക്കുന്ന ആളല്ല. തങ്കപ്പെട്ട മനുഷ്യൻ. ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനൽ. ഈ ന്യൂസ് 18 ഒക്കെ എൻ്റെ കൈയും കൺപിടിക്കുന്ന ചാനലാണ്. എന്ത് ഒരു ചർച്ചയിലിരിക്കാൻ വേണ്ടിയിട്ട് റിലയൻസിൻ്റെ ചാനലിലാണ്, അംബാനിയുടെ ചാനലാണ്. സ്റ്റിൽ ദാരിദ്ര്യം പിടിച്ച ചാനലാണ്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ചാനലാണ്. എന്നെ പലവട്ടം വിളിച്ചിട്ട്, എന്നെ പുഷ്പയുടെ സമയത്താണ് തോന്നുന്നത്, ന്യൂസ് 18 തോന്നുന്നത്, ഇവിടെ വന്നിട്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ പുറത്ത് വന്നിട്ട് ഇറന്ന് വന്ന് എൻ്റെ വീഡിയോ എടുത്തു പോയ ആൾക്കാരാണ് ന്യൂസ് 18. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ. ഞാൻ പറഞ്ഞു വരുന്നത് അട്ടഹാസം, അന്തം അട്ടഹാസം. അന്തം എന്നല്ല, എന്തോ തേങ്ങ. ഓക്കെ, സുരേഷ് ഗോപിന്റെ മോനാണ് മേധവ് സുരേഷ്. പിന്നെ ഏതോ ഒരു പ്രൊഡ്യൂസർ ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുവാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന്. എടാ, പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന്? 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പടാടോ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്കേ. എനിക്ക് ടെൻഷൻ, ഞാൻ 2 കാലം അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടാ. എടാ മാധവേ, നീ പറഞ്ഞു 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചത്. എടാ മയിരേ, നിന്റെ 1 ലക്ഷം രൂപ എനിക്ക് ഇതാടാ 1 ലക്ഷം ഉറുപ്പ്യ. മനസ്സിലായോ? നീ എന്ത് തേങ്ങ കാണിച്ചോ ഈ നിമിഷം അവർക്ക് എന്റെ ധ്യാൻ, മൈ ധ്യാൻ. എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ, എൻ്റെ ധ്യാൻ കുട്ടൻ, ഇന്ന് വരെ എനിക്കിതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എന്റെ പൊന്നു നായിട്ട് അറിയിക്കണം.